SITക്ക് മൊഴി നൽകിയതിനു ശേഷം രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് ശബരിമല സ്വർണ്ണ വിവാദവുമായി ബന്ധപ്പെട്ട് എനിക്ക് ലഭിച്ച വിവരങ്ങൾ ഞാൻ 161 അനുസരിച്ച് SITയുടെ മുമ്പിൽ പറയുകയുണ്ടായി. അവരതെല്ലാം നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിന് അന്തർദേശീയ ആൻറ്റിക്സ് സ്മഗ്ലേഴ്സുമായി ബന്ധമുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ അവരുടെ മുമ്പിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിക്ക് കിട്ടിയ വിവരങ്ങളാണ് ഞാൻ നേരത്തെ ഒരു കത്ത് മുഖേന SIT ചീഫ് ശ്രീ വെങ്കടേഷിന് കൊടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നെ ഇന്ന് കാണണമെന്ന് പറഞ്ഞു ഞാൻ വിവരങ്ങൾ നൽകാൻ വേണ്ടി ഇന്ന് വന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയ വിവരം, എന്നെ ആരാണിത് അറിയിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി SIT അന്വേഷിച്ചിട്ട് അതിൻ്റെ വസ്തുതകൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് കിട്ടിയ വിവരങ്ങളാണ് ഞാൻ SITയുടെ മുമ്പിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവരത് അന്വേഷിക്കട്ടെ. അത് സത്യമാണെന്നാണ് എൻ്റെ വിശ്വാസം. അത് സത്യമാകാം, അല്ലെങ്കിൽ സത്യമല്ലാതിരിക്കാം. കിട്ടിയ ഒരു ഇൻഫർമേഷൻ ഞാൻ ഒരിക്കലും സപ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അത് SITയുടെ മുമ്പിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുക എന്നുള്ളതാണ് അവരുടെ കടമ. അത് അവർ ചെയ്യട്ടെ എന്നാണ് എനിക്ക് പറയാം. അല്ല, അതല്ലേ SIT തീരുമാനിക്കണം. എന്നോട് പറഞ്ഞ ആരാണ്, എന്നോട് പറഞ്ഞ ആൾ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എനിക്കറിയുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അല്ല, തെളിവുകൾ എൻ്റെ മുമ്പിലല്ലോ, എനിക്കല്ലോ തരേണ്ടത്. എന്നോട് പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ SITക്ക് ഒരു കത്ത് കൊടുത്തത്. കത്തിൻ്റെ അടിസ്ഥാനത്തിൽ 161 അനുസരിച്ച് എൻ്റെ മൊഴിയെടുക്കാനാണ് വിളിച്ചത്. ആ മൊഴിയിൽ എന്തുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്? ഒരു പൊതുപ്രവർത്തകനും ഒരു സിറ്റിസൺ എന്ന നിലയിലും ഇത്തരം കിട്ടിയ ഒരു വിവരങ്ങൾ കിട്ടുമ്പോൾ അത് സപ്രസ് ചെയ്യുന്നത് ശരിയല്ല. ആ വിവരങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ കൈമാറുക എന്നുള്ളത് എൻ്റെ കടമയാണ്. ഒരു മുൻ ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിലും അതെൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് കരുതിയിട്ടാണ് ഞാൻ SITയെ കണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞത്. അവരെന്നെ വന്ന് കാണാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ അങ്ങോട്ട് വന്ന് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊള്ളാമെന്ന് അവരോട് പറഞ്ഞു. എനിക്ക് കിട്ടിയ വിവരങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഇനി അവരന്വേഷിക്കണം. അല്ല, തെളിവുകൾ എൻ്റെ കയ്യില്ല. അത് ഞാൻ ആദ്യം മുതലേ പറയുന്ന കാര്യമാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ പറഞ്ഞു, ഇന്റർനാഷണൽ ആൻറ്റിക്സ് സ്മഗ്ലേഴ്സ് സുഭാഷ് കപൂർ ഉൾപ്പെടെയുള്ളവർ ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെന്ന് ബഹുമാനപ്പെട്ട കോടതി തന്നെ പറഞ്ഞ കാര്യമാണ്. എൻ്റെ കയ്യിൽ തെളിവ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തെളിവ് നിങ്ങളുടെ കൂടെ തരത്തില്ലേ? അപ്പം എനിക്ക് കിട്ടിയ ഈ വിവരങ്ങൾ ഇനി അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതാണ്. അത് അന്വേഷണത്തിന് SIT ആണ്, കോടതിയുടെ നിരീക്ഷണത്തിലുള്ള SIT ആണ് ഈ അന്വേഷണം നടത്തേണ്ടത്. അവരന്വേഷിച്ചത് കണ്ടെത്തട്ടെ. ഈ വ്യവസായി പറഞ്ഞത് സുഭാഷ് കപൂറിനുമായി ബന്ധപ്പെട്ട കോടതി പറഞ്ഞതാണ്. കോടതി, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് പറഞ്ഞത്, ഇന്റർനാഷണൽ ആന്റിക്സ് സ്മഗ്ലേഴ്സ് സുഭാഷ് കപൂർ ഉൾപ്പെടെയുള്ളവർക്ക് ഇതുമായി ബന്ധമുണ്ടോ? അല്ല, വ്യവസായിയും അത് തന്നെയാണോ അങ്ങോട്ട് പറയുന്നത്? അല്ല, വ്യവസായി പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ കഴിയില്ല. കാരണം അന്വേഷണത്തെ അത് സാരമായി ബാധിക്കുന്നതായത് അത് ഞാൻ പറയുന്നത് ശരിയല്ല. എനിക്ക് കിട്ടിയ വിവരങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ പ്രത്യേകിച്ച് തെളിവില്ല. പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യങ്ങൾ SITയുടെ മുമ്പിൽ പറയേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമായതുകൊണ്ട് ഞാൻ പറഞ്ഞിരിക്കുന്നു. അങ്ങക്ക് എന്താണ് അതിൽ ഒരു സംശയം തോന്നാൻ കാരണം? അതായത് തെളിവുള്ളതാണ്, അല്ലെങ്കിൽ ഇത് പോലീസിന് കൈമാറേണ്ടതാണ് എന്ന് തോന്നാൻ കാരണം? അല്ല, ആ തോന്നലുള്ളത് കൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. അപ്പം അതിൽ കൂടുതൽ നിങ്ങൾ എന്നോട് ചോദിക്കരുത്. കാരണം അത് അന്വേഷണത്തെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് ഞാനത് വെളിപ്പെടുത്താൻ തയ്യാറല്ല.